നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. വർഗീയവാദികളുടെ വോട്ട് വേണ്ടെന്ന് യൂത്ത് ലീഗ് അടക്കം ആവർത്തിക്കുമ്പോഴും SDPI നേതാക്കളുമായി ലീഗിന്റെ മുതിർന്ന നേതാക്കൾ നടത്തിയ ചർച്ച അവരെ വല്ലാത്ത പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. കൂടിക്കാഴ്ച യാദർച്ഛികമെന്ന് ലീഗ് നേതാക്കൾ ആവർത്തിച്ചു പറയുന്നുണ്ട്. അപ്പോഴും പൊന്നാനിയിൽ ലീഗ് കടുത്ത മത്സരം പ്രതീക്ഷിക്കുന്ന സാഹചര്യം അത് ഈ കൂടിക്കാഴ്ചയെ പ്രസക്തമാക്കുന്നു. രാഷ്ട്രീയം തന്നെയാണ് പറഞ്ഞതെന്ന് SDPI നേതാക്കൾ സ്ഥിരീകരിക്കുന്നു. അപ്പോഴും വീണിടത്ത് കിടന്നുരുളുകയാണ് ET മുഹമ്മദ് ബഷീറും PK കുഞ്ഞാലിക്കുട്ടിയും. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കൂടിക്കാഴ്ചയിൽ തെറ്റുണ്ടോ? പൊന്നാനിയിലെ തോൽവി ഭയന്നാണോ കൂടിക്കാഴ്ച? പ്രൈം ഡിബേറ്റ് പരിശോധിക്കുന്നത് ഈ വിഷയങ്ങളാണ്. പ്രൈം ഡിബേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ചോദ്യം, പ്രസക്തമായ ചോദ്യം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുന്നത് പൊന്നാനിയിൽ ലീഗ് പരാജയം ഭയക്കുന്നു എന്നുള്ളതാണ്. പൊന്നാനിയിൽ ലീഗ് പരാജയം ഭയക്കുന്നു. പ്രധാനപ്പെട്ട അതിഥികൾ ചേരുന്നു ഞങ്ങളുടെ വിവിധ സ്റ്റുഡിയോകളിൽ. KC ഹംസ, മുസ്ലിം ലീഗ് നേതാവ്, പാലക്കാട് സ്റ്റുഡിയോയിൽ. അബ്ദുൾ ജബ്ബാർ, SDPI നേതാവ്, കണ്ണൂർ സ്റ്റുഡിയോയിൽ. ജെയ്ക് C തോമസ്, CPM-ന്റെ പ്രതിനിധിയാണ്, കോട്ടയത്താണ് അദ്ദേഹമുള്ളത്. ലത്തീഫ് നഹ, ദ ഹിന്ദുവിന്റെ കറസ്പോണ്ടന്റ്, അദ്ദേഹവും ചേരുന്നു മലപ്പുറത്ത് നിന്ന്. വളരെ പ്രധാനപ്പെട്ട അതിഥികളിലേക്കും ഈ ചർച്ചയിലേക്കും എത്താം. മുസ്ലിം ലീഗ് നേതാവ് KC ഹംസയിലേക്ക്. ഹംസ, ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് കൂടിക്കാഴ്ചകൾ സ്വാഭാവികമാണ്, വോട്ട് തേടൽ സ്വാഭാവികമാണ്, സഹായം അഭ്യർത്ഥിക്കലൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ എതിർപക്ഷത്ത് SDPI പോലെ നിങ്ങൾ എതിർക്കുന്ന, നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് പലപ്പോഴും നേതാക്കൾ ആവർത്തിച്ച് പറയുന്ന സംഘടനയാകുന്നതുകൊണ്ടാണ് അത് വാർത്തയാകുന്നതും വിവാദമാകുന്നതും. ഇതിപ്പോഴും കൂടിക്കാഴ്ച നടന്നിട്ടില്ല ആ രീതിയിൽ എന്ന് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് നേതാക്കൾ. പക്ഷെ അത് വ്യക്തവുമാണ്, ദൃശ്യങ്ങളിൽ കണ്ട് മടങ്ങുന്ന കാര്യങ്ങൾ, നേതാക്കൾ തമ്മിൽ മടങ്ങുന്ന കാര്യങ്ങൾ വ്യക്തവുമാണ്. എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടി ലീഗ് ഈ കൂടിക്കാഴ്ച സംബന്ധിച്ച വിവരങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നത്? ശ്രീ KC ഹംസ, കേൾക്കാമോ? എന്റെ ചോദ്യം താങ്കൾ കേട്ടിരുന്നോ? കേൾക്കാം. KS ഹംസ. ശരി, KS ഹംസയാണ്. ശരി, ക്ഷമിക്കുക, മറുപടി പറയാം. മുസ്ലിം ലീഗിന്റെ ചരിത്രം ഒരു പകൽ വെളിച്ചം പോലെ പരമാർത്ഥമാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിന്റെ രൂപീകരണം മുതൽ ഇന്നവരെ ഒരു വിധത്തിലും തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുമായോ മറ്റോ ഒരു വിധത്തിലും അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ പാർട്ടിക്ക് രഹസ്യമായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ ആ പാർട്ടിക്ക് കഴിയില്ല. ആ പാർട്ടിന്റെ ഘടനയും അങ്ങനെ തന്നെയാണ്. ഇപ്പം മലപ്പുറത്തും പൊന്നാനിയിലും തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ചില അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നല്ലാണ് പരാതി, ആരോപണം. എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്? ഈ മലപ്പുറം ജില്ലയിലൊക്കെ തന്നെ അവിടെയുള്ള SDPI-യും CPM-ഉമായി നല്ല ബന്ധം നിലനിൽക്കുന്ന സ്ഥലമാണ്. ഇപ്പൊ തന്നെ മലപ്പുറം ജില്ലയിൽ തന്നെ എടരിക്കോട് പഞ്ചായത്തില് മുമ്പ് NDF-ന്റെ നേതാവ് ഇക്രാമുള്ളക്കിനെ അവർ പ്രസിഡന്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പൊ നിലവിൽ തന്നെ മറ്റൊരു കോട്ടക്കൽ വേങ്ങര നിയോജക മണ്ഡലത്തിൽ ഒരു പഞ്ചായത്തില് ഇപ്പൊ നിലവിൽ ഭരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇടതുപക്ഷവും SDPI-യും തമ്മിൽ. അപ്പൊ അങ്ങനെയൊക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത്, ആ ബന്ധം, അവിശുദ്ധ ബാന്ധവം ഇന്നും നിലനിൽന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഞങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പ് ബാന്ധവം ഉണ്ടാക്കാൻ കഴിയുക? ഇത് വളരെ വ്യക്തമാണ്, ഞങ്ങളുടെ നേതാക്കൾ ഇതിനകം പറഞ്ഞു കഴിഞ്ഞതാണ്. അത് ഒരു KTDC എന്ന് പറഞ്ഞ ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ വന്നിരുന്നു, കണ്ടിരുന്നു, തെരഞ്ഞെടുപ്പാണ്, പലരും വരും, കാണും, ചർച്ച ചെയ്യുക സ്വാഭാവികമാണ്. അതിൽ കവിഞ്ഞുള്ള ഒരു രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റിനൊന്നും തന്നെ പാർട്ടി മുതിരുകയില്ല. പാർട്ടിയുടെ ചരിത്രവും അങ്ങനെയല്ല. പിന്നെ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ മറ്റോ രഹസ്യമായി ചെയ്യാവുന്ന ഒരു കാര്യമേ അല്ലല്ലോ അത്. ഇതൊരു പൊതു സ്വഭാവമുള്ള കാര്യമാണ്, പാർട്ടിയുടെ പ്രഖ്യാപിത നയമാണ്. പാർട്ടിയുടെ പ്രഖ്യാപിത നയത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ആർക്കും തന്നെ സാധ്യമല്ല. അങ്ങനെ രഹസ്യമായിട്ടൊരു കാര്യം ചെയ്യാനും കഴിയില്ലല്ലോ. സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് സജീവമാകുന്ന ഒരു കാലഘട്ടമല്ലേ? എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. അത് തന്നെയാണ് ശ്രീ KS ഹംസ ഈ ചോദ്യം വരുന്നത്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം കൂടിക്കാഴ്ചകൾ, പ്രത്യേകിച്ചും SDPI പോലെ ഒരു സംഘടന, നിങ്ങൾ നിരന്തരം പറയുകയാണ് അവരുമായി യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് അവരുമായി യാതൊരു നീക്കുപോക്കിനും ഞങ്ങൾ തയ്യാറായിട്ടില്ല. അപ്പോഴും CPM ആരോപിക്കും നിങ്ങൾ രഹസ്യമായി അവരെ കാണുന്നു എന്നാണ്.
അപ്പോൾ ഈ സംഭവം ചൂണ്ടിക്കാട്ടുന്നത്, ഈ കൂടിക്കാഴ്ച അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് നിങ്ങളുടെ നേതാക്കളുടെ ഭാഗത്ത് നിന്നൊരു ജാഗ്രത കുറവുണ്ടായോ? പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ എന്തും വിവാദമാകുന്ന പശ്ചാത്തലമുണ്ട്, തെരഞ്ഞെടുപ്പ് വിഷയമായി എന്തും ഉയർത്തിക്കാട്ടിയെടുക്കാവുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ശക്തമായ പോരാട്ടം പൊന്നാനിയിൽ നടക്കാൻ പോവുകയാണ്. എതിർവശത്തുള്ളത് നിങ്ങൾ ആരോപണ വിധേയനാക്കിയിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് CPM-ന്റെ. നിങ്ങൾ മാത്രമല്ല, പൊതുവെ ഭൂമി കയ്യേറ്റ ആരോപണത്തിൽ പോലും ആരോപണ വിധേയനായ ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് വിഷയം കിട്ടാൻ അല്ലെങ്കിൽ ആരോപണം ലഭിക്കാൻ കാത്തിരിക്കുകയാണ് എതിർപക്ഷമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുള്ള നേതാക്കളുടെ പക്കൽ ചില ജാഗ്രത കുറവുണ്ടായോ ഈ കൂടിക്കാഴ്ചയിൽ? അല്ല, അതിപ്പോ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ഞാഞ്ഞൂലിനും വിഷം കയറുന്ന ഒരു സമയമാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗിക്കാൻ എല്ലാവരും ശ്രമിച്ചു കാണും. പക്ഷെ സത്യത്തില് മുസ്ലിം ലീഗ് അങ്ങനെ ഒരു ശ്രമവുമായി മുമ്പോട്ട് പോയിട്ടില്ല. യാദൃശികമായ ഒരു കൂടിക്കാഴ്ച എന്ന് ഞങ്ങളുടെ നേതാക്കൾ തന്നെ പറഞ്ഞു. മറ്റൊരു കാര്യം, ഈ SDPയുടെ സ്ഥാനാർത്ഥി പൊന്നാനിയിൽ നിലവിലുണ്ട്, മലപ്പുറത്ത് അവർ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നൊക്കെയുണ്ട്. ഈ പൊന്നാനിയിലും മലപ്പുറത്തും അവർക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ അവരുമായി ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്ന പ്രശ്നമേ ഇല്ലല്ലോ. രണ്ടാമത്തത്, മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും പ്രതിനിധികൾക്ക് അവരുടെ സ്ഥാനാർത്ഥികൾക്ക് ലീഗിന്റെ പ്രഖ്യാപിത നയം വിട്ട് പുറകോട്ട് പോകാൻ കഴിയില്ല. ഞങ്ങളൊക്കെ തന്നെ ലീഗിന്റെ പ്രഖ്യാപിത നയത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ഞങ്ങളല്ല ഇടതുപക്ഷവുമായി സഖ്യത്തിൽ, ഇടതുപക്ഷമാണ് SDPയുമായി സഖ്യത്തിൽ പോയിട്ടുള്ളത്. ഇപ്പൊ ആരോപണം പറയുന്നുണ്ടല്ലോ, ആരോപണം പറയുന്നത് ഞങ്ങൾ അങ്ങനെ രഹസ്യമായി ചർച്ച നടത്തുന്നു എന്നാണ് ഇടതുപക്ഷം CPM-ഉം ആരോപിക്കുന്നത്. അത് അവരുടെ കാല് രണ്ടും ചേറിനകത്ത് പൂഴ്ത്തി വെച്ചിട്ടാണ് മറ്റുള്ളവരെ കുറ്റം പറയാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവർക്ക് ആ കുളിമുറിയില് ഇടതുപക്ഷത്തിന്റെ എല്ലാവരും നഗ്നരാണ്. അവരുടെ ആ കുളിമുറിയില് പലതവണ ഇവരുമായി സഖ്യം ചേർന്നവരാണ്. നിലവിലും SDPയുമായി അവിശുദ്ധ ബാന്ധവം പുലർത്തിപ്പോരുന്ന ഒരു വിഭാഗമാണ് അവര്. ഞാൻ പറഞ്ഞല്ലോ, പറപ്പൂർ പഞ്ചായത്താണ് ഇപ്പൊ ഭരണം നിലനിൽക്കുന്നത്. മലപ്പുറം ജില്ലയിലെ പറപ്പൂർ പഞ്ചായത്തിൽ ഇന്നും ഭരണം നിലനിൽക്കുകയാണ്. ഇടതുപക്ഷവും SDPയും തമ്മിലുള്ള ഭരണം. മാത്രമല്ല, അവരുടെ നേതാവ് ഇക്രാമുൽ ഹക്കിനെ പ്രസിഡന്റായിട്ട് അവർ അവരോധിച്ചു കൊണ്ടുവന്നു. ഇപ്പോ കോടിയേരി ബാലകൃഷ്ണനെ SDPയുടെ സഹായത്തോടു കൂടിയല്ലേ MLA ആയിട്ട് മത്സരിച്ചത്. അതിന്റെ പിന്തുണ കിട്ടിയിട്ടുണ്ടല്ലോ. മുമ്പ് സെബാസ്റ്റ്യൻ പോള് വളരെ പ്രമാദമായൊരു സംഭവമായിരുന്നു. സെബാസ്റ്റ്യൻ പോളിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വളരെ വലിയ ചുക്കാൻ പിടിച്ചിട്ടുള്ളത് ഒരു പങ്ക് വഹിച്ചതൊക്കെ അന്നത്തെ NDF-കാരായിരുന്നു. അപ്പോ NDF-നുമായി മാത്രമല്ല, മുസ്ലിം സമുദായത്തിലെ ഓരോ കാലഘട്ടത്തിലും ഉണ്ടാവുന്ന ഇത്തരം സംഘടനകളൊക്കെയുമായി ഒളിഞ്ഞും തെളിഞ്ഞും രഹസ്യ ബാന്ധവം സൂക്ഷിച്ചു വരുന്ന ഒരു പാർട്ടി എന്ന നിലക്ക് അതിന്റെ ഉത്തരവാദിത്തം അത് മറച്ചു വെക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ലീഗിന്റെ ചുമലിൽ വെക്കാൻ ശ്രമിക്കുന്നത്. അതല്ലെങ്കിൽ എന്ത് ചർച്ചയാണ് അവർക്ക് തെളിവുണ്ടായിട്ടുള്ളത്? ഒരു KTDCയുടെ ഹോട്ടലിൽ കൂടെ അങ്ങോട്ട് നടന്നു വരുന്ന ഒരു ഭാഗം കാണിച്ചതുകൊണ്ട് എന്ത് ചർച്ച നടന്നു എന്നാണ് പറയുന്നത്? അത് അങ്ങനെ വേണമെങ്കിൽ എത്ര രഹസ്യ സ്ഥലങ്ങൾ ഞങ്ങൾക്കുണ്ട് സംസാരിക്കാൻ. ഞങ്ങൾക്ക് എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. ആ ഹോട്ടലിൽ പോകുന്ന ഒരു ഭാഗം ഇങ്ങനെ കാണിച്ചുകൊണ്ട് അവർ ചർച്ച നടന്നു എന്ന് പറയാൻ കഴിയുമോ? ചർച്ച ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു വിധത്തിലും രഹസ്യമായി ഇത് നടത്താൻ കഴിയുകയില്ല. അവരുടെ സ്ഥാനാർത്ഥിയെ നിലനിൽക്കുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ കേവലം ഇവർ നടത്താൻ ഉദ്ദേശിക്കുന്ന, ഇവരുണ്ടാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിലെ രഹസ്യമായ അവിശുദ്ധ രാഷ്ട്രീയ ബാന്ധവത്തിന് തടയിടാൻ വേണ്ടി, മറയിടാൻ വേണ്ടി ലീഗിന്റെ മേലിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് അവർ ചെയ്യുന്നത്. തിരിച്ചു വരാം KS ഹംസ. ഇത്തരത്തിലൊരു ആരോപണം ഉയരാൻ കാരണം ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ നേതാക്കൾ നടത്തിയ കൂടിക്കാഴ്ചയാണ്. അല്ലാതെ ആരും വായുവിൽ നിന്നുണ്ടാക്കിയെടുത്തൊരു ആരോപണമോ ആക്ഷേപമൊന്നും അല്ല. ഇത് കൃത്യമായ ദൃശ്യങ്ങൾ പുറത്തു വന്നതുമാണ്. ശ്രീ അബ്ദുൽ ജബ്ബാർ, ഈ പറഞ്ഞതുപോലെ അവിടെ നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയുണ്ട്. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ നിന്ന് 26,700 വോട്ടുകൾ നിങ്ങളുടെ സ്ഥാനാർത്ഥി അവിടെ നേടിയതുമാണ്. E.T. മുഹമ്മദ് ബഷീറിന്റെ ഭൂരിപക്ഷം 25,000 താഴെയുമായിരുന്നു അന്ന്, നമുക്കറിയാം. അപ്പോൾ നിങ്ങളുടെ വോട്ടുകൾ അവിടെ ഏറ്റവും പ്രസക്തമാവുകയാണ്. പ്രത്യേകിച്ചും എതിർ സ്ഥാനാർത്ഥി ലീഗ് വിചാരിച്ചതിനേക്കാൾ കുറച്ചുകൂടി ശക്തനായ സാഹചര്യത്തിൽ ഇന്നലെ നടന്ന ചർച്ചയിൽ നിങ്ങൾ നേതാക്കളോട് സംസാരിച്ചപ്പോൾ രാഷ്ട്രീയ വിഷയം തന്നെയാണോ ലീഗ് ചൂണ്ടിക്കാട്ടിയത്? നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുന്ന രീതിയിലേക്ക് ആ ചർച്ച മാറുകയുണ്ടായോ? ഞങ്ങൾ ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തെ രണ്ടാമത് അധികാരത്തിൽ എത്താതിരിക്കാൻ വേണ്ടി എല്ലാ മതേതര കക്ഷികളും ഒരുമിച്ച് ചേർന്ന് ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തെ തൂത്തെറിയണമെന്ന താല്പര്യമാണ് നമുക്കുള്ളത്, SDPക്കുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ മതേതര കക്ഷികളുമായി
BJP അല്ലാത്ത എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ഞങ്ങൾ ചർച്ചയും സഹകരണവും ആഗ്രഹിക്കുന്നവരാണ്. ഇത് യാദൃശ്ചികമായി സർക്കാർ നിയന്ത്രിത ഹോട്ടലിൽ യാദൃശ്ചികമായാണ് ഇങ്ങനൊരു കൂടിക്കാഴ്ച തരപ്പെട്ടത്. ആ യാദൃശ്ചികമായ കൂടിക്കാഴ്ചയിൽ സൗഹൃദം പങ്കുവച്ചിട്ടുണ്ട്, രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ശരിയാണ്. പക്ഷേ അത് പൊന്നാനിയോ മലപ്പുറത്തെയോ വിഷയങ്ങളല്ല. അത് ഇന്ത്യൻ ദേശീയ സാഹചര്യത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകളായിരുന്നു. ഞങ്ങൾക്കങ്ങനെ മുസ്ലിം ലീഗോ CPIM കോൺഗ്രസോ തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. BJP അല്ലാത്ത എല്ലാവരുമായും ചർച്ചയ്ക്കും സഹകരണത്തിനും ഞങ്ങൾ തയ്യാറാണ്, SDPI തയ്യാറാണ്. അപ്പോഴും ഈ നിങ്ങളുടെ നേതാക്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ, ഇന്ന് രാവിലെ തൊട്ട് നിങ്ങളുടെ നേതാക്കളുടെ പ്രതികരണങ്ങൾ ശ്രീ അബ്ദുൾ ജബ്ബാർ കുറച്ചുകൂടി മയപ്പെടുന്നത് കണ്ടു. ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായും രാഷ്ട്രീയ വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്തു. ലീഗ് നേതാക്കൾ കാണണമെന്നാവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞങ്ങൾ അവിടെ എത്തുകയും ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാവുകയും ചെയ്തത്. അത് കുറച്ച് സമയം നീണ്ടുനിന്നു. അവിടെ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളടക്കം ചർച്ചയായി എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെ. പക്ഷേ ഇന്ന് രാവിലെ കുറച്ചുകൂടി നിങ്ങളുടെ നേതാക്കൾ മയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ശരിയല്ലേ? മയപ്പെടുത്തേണ്ട സാഹചര്യമൊന്നും ഞങ്ങൾക്കില്ല. ഇതെല്ലാവരും കേരളത്തിലെ എല്ലാ ആളുകളും ലോകം നിറയെ കണ്ടതാണ്. അങ്ങനെ ഒരു സർക്കാർ നിയന്ത്രിത ഹോട്ടലിൽ അബ്ദുൽ മജീദ് ഫൈസിയും ജനാബ് കുഞ്ഞാലിക്കുട്ടി സാഹിബും ET മുഹമ്മദ് ബഷീർ സാഹിബും അവർ രണ്ടുപേരും സ്ഥാനാർത്ഥികൾ മാത്രമല്ലല്ലോ, മുസ്ലിം ലീഗിലെ സമുന്നതരായ അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഉന്നതരായ നേതാക്കളാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ ചർച്ച നടന്നാൽ എന്ത് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് അബ്ദുൾ ജബ്ബാറുമായുള്ള ബന്ധത്തിൽ. നമുക്ക് മലപ്പുറത്തേക്ക് ഒന്ന് പോകാം. ലത്തീഫ് നാഹ ചേരുന്നു, ഹിന്ദുവിന്റെ കറസ്പോണ്ടന്റ്. ലത്തീഫ് നാഹ, വെട്ടിലായോ ലീഗ്? പ്രത്യേകിച്ചും പലതവണ അവർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു, രഹസ്യ ബാന്ധവമുണ്ട് SDPIയുമായി വന്ന. അവരുടെ നേതാക്കൾ ഇത് ആവർത്തിച്ച് നിഷേധിക്കുമ്പോഴും അത്തരത്തിൽ യാതൊരു ബന്ധത്തിനും ഞങ്ങൾ പോകുന്നില്ല എന്ന് പറയുമ്പോഴും ഇത്തവണ നേരിട്ട് ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിരിക്കുകയാണ് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട, കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അത് എന്ത് തരത്തിൽ പറഞ്ഞോട്ടെ, യാദർച്ഛികമായ കൂടിക്കാഴ്ചയാണെന്ന് പറയുമ്പോഴും അത്തരത്തിൽ ഒരു യാദർച്ഛികമായ കൂടിക്കാഴ്ചയ്ക്കെങ്കിലും ഈ ഘട്ടത്തിൽ തയ്യാറാകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പോര് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എതിരാളികൾക്ക് ഒരു ആയുധം വെച്ച് കൊടുക്കുകയല്ലായിരുന്നു ലീഗ്. ശ്രീ ലത്തീഫ് നഹ, കേൾക്കാമോ? തിരിച്ചു വരാം. അവിടെയും ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്ന് കരുതുന്നു. ശ്രീ K. സംസ, ഈ പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ കുഞ്ഞാലിക്കുട്ടി പുറത്തു വന്ന മാധ്യമങ്ങളോട് പറയുകയാണ് ഇത്തരത്തിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവിടെ താൻ 8 മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ETയോട് ചോദിക്കൂ, ETക്ക് അറിയാം കുറച്ചുകൂടി കാര്യങ്ങൾ. ETയുമായാണ് അവർ സംസാരിച്ചിട്ടുള്ളത്. താൻ യാദർച്ഛികമായി അവിടെ എത്തിയതാണ്, ET ക്ഷണിച്ചതനുസരിച്ചാണ് എന്ന് പറയുമ്പോൾ ലീഗിനുള്ളിലെ ഗ്രൂപ്പിസവുമായി ബന്ധപ്പെട്ട പൂർണ്ണമായും ഈ കൂടിക്കാഴ്ചയുടെ പഴി ET മുഹമ്മദ് ബഷീറിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമങ്ങൾ കുഞ്ഞാലിക്കുട്ടി നടത്തി എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയരുന്നുണ്ട്. ഇത്തരത്തിലൊരു വിഷയം വരുമ്പോൾ സ്വാഭാവികമായും പാർട്ടി ഒരുമിച്ച് പ്രതിരോധിക്കേണ്ട ഒരു സ്ഥാനത്താണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഇത്തരത്തിലുള്ള വാക്കുകൾ പുറത്തു വരുന്നത്. ശ്രീ K. സംസ, ജെയ്ക് C. തോമസും ചേരുന്നുണ്ട് ഈ ചർച്ചയിൽ കോട്ടയത്ത് നിന്ന്. ജെയ്ക്ക്, ലീഗ് ഇത്തരത്തിൽ ഒരു അബദ്ധത്തിൽ ചാടിയത് എന്തായാലും ഒരു വലിയ അബദ്ധമായി പോയി. കാരണം രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് അടക്കം തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തും പൊന്നാനിയിലെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിഷയത്തിലെ കാര്യങ്ങൾ പോയി. പലതവണയും SDPയുമായി ബന്ധമില്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ ദൃശ്യങ്ങൾ സഹിതം ഒരു കൂടിക്കാഴ്ച, ഏത് തരത്തിലുള്ള കൂടിക്കാഴ്ച ആണെങ്കിൽ പോലും അത്തരത്തിലുള്ള ആയുധം നിങ്ങളുടെ കയ്യിലേക്ക് ഇട്ടുതരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ ഒരു രീതിയിലേക്ക് ലീഗ് മാറി എന്തുകൊണ്ടാണ്? ലീഗിന്റെ SDPI ബാന്ധവം തെളിയിക്കുന്ന രീതിയിലാണോ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? ഇതൊരു പുതുമയുള്ള കാര്യമല്ല എന്ന് കേരളത്തിൽ ലീഗിൻ്റെ ഭൂതകാല രാഷ്ട്രീയ ചരിത്രം
സമഗ്രതയോടുകൂടെ പരിശോധിക്കുന്ന ഏതൊരു മനുഷ്യായുസിനും ബോധ്യപ്പെടുന്നതാണ്. ഞങ്ങളെല്ലായ്പ്പോഴും ലീഗിൻ്റെ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഈ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ലീഗ് എല്ലായ്പ്പോഴും വർഗീയതയുടെ രാഷ്ട്രീയത്തെ താലോലിക്കുവാൻ തങ്ങളുടെ ചിറകുകളുടെ കീഴിൽ ഒളിപ്പിച്ച വർഗീയതയുടെ വ്യത്യസ്തമായ രാഷ്ട്രീയ രൂപങ്ങളെ താലോലിച്ചുകൊണ്ടാണ് ലീഗ് മലപ്പുറം ജില്ലയിൽ സവിശേഷകരമായി തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ മുമ്പോട്ടേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഇപ്പോഴത്തെ വർത്തമാനകാല യാഥാർത്ഥ്യം എന്താ? മലപ്പുറം ജില്ലയിലെ 2 മണ്ഡലങ്ങളിലും അതിൽ സവിശേഷകരമായി പൊന്നാനിയിലും മലപ്പുറം മണ്ഡലത്തിലും ലീഗ് നിർദ്ദയമായ ജനവിധിയെ ഭയക്കുകയാണ്. അവിടെ മലപ്പുറം മണ്ഡലത്തിൽ ആദരണീയനായ സഖാവ് വി പി സാനു SFIയുടെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ അതിശക്തമായ മത്സരം തീർക്കുന്നുണ്ട്. അതേപോലെ തന്നെ പൊന്നാപുരം കോട്ടയെ എല്ലാ കാലത്തും ലീഗ് കരുതിയിട്ടുള്ള പൊന്നാനിയിൽ സഖാവ് PV അൻവറിന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത്ഭുതാവഹമായ ജനപിന്തുണയോടുകൂടെ മുമ്പോട്ടേക്ക് പോകുന്ന കാഴ്ച ഇത് സ്വാഭാവികമായി വിരൽ പിടിപ്പിച്ചിട്ടുള്ളത് ലീഗിനെയാണ്. SDPയുടെ വോട്ട് എന്ത് വില കൊടുത്തും, ഏത് മത തീവ്രവാദത്തിന്റെ മറവിലാണെങ്കിലും ശരി, SDPയുടെ വോട്ടിനെ എന്ത് വില കൊടുത്തും വിലയ്ക്ക് വാങ്ങിയിട്ടായിരിക്കണം ഇടതുപക്ഷത്തെ തോൽപ്പിക്കേണ്ടത്, തങ്ങളുടെ സ്വത്വത്തെ സംരക്ഷിക്കേണ്ടത് എന്ന് ലീഗ് തീരുമാനിക്കുകയാണ്. അവിടെ ഏത് വർഗീയതയോടും കൊട പിടിക്കുവാൻ ലീഗ് തയ്യാറാണ് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രത്യക്ഷമായ ഉദാഹരണം മാത്രമാണ് ഇന്നലെ അവരുടെ ജനപ്രതിനിധികൾ തന്നെ നേരിട്ട് പങ്കെടുത്ത അവരുടെ PK കുഞ്ഞാലിക്കുട്ടിയും അതേപോലെ തന്നെ ET മുഹമ്മദ് ബഷീറും ഒരുമിച്ച് പങ്കെടുത്ത ചർച്ച അതിൻ്റെ പരിച്ഛേദമാണ്, അതിൻ്റെ പ്രതീകമാണ്. ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പൊന്നാനിയിലും മലപ്പുറത്തുമൊക്കെ CPMന് വീണ് കിട്ടിയിരിക്കുകയാണല്ലോ. ഇത് തന്നെ വലിയൊരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റുമോ ഈ 2 മണ്ഡലങ്ങളിലും? പ്രത്യേകിച്ചും നിങ്ങളുടെ സ്ഥാനാർത്ഥി, പൊന്നാനിയിലെ സ്ഥാനാർത്ഥിക്കെതിരെ കയ്യേറ്റമടക്കമുള്ള വിഷയങ്ങൾ അവർ വലിയ തോതിൽ പ്രയോഗിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്തും കയ്യേറ്റക്കാരനാണ് അവിടുത്തെ സ്ഥാനാർത്ഥി എന്ന രീതിയിലുള്ള പ്രചരണ ആയുധമൊക്കെ ഉപയോഗിക്കാൻ സാധ്യതയുമുണ്ട്. പ്രധാനപ്പെട്ട ആയുധമായി ഈ SDPI ലീഗ് ബന്ധം തുറന്നു കാട്ടാനാകുമോ നിങ്ങൾ ശ്രമിക്കുക? ഉറപ്പായും അതിപ്പോൾ തന്നെ ചർച്ചകളിൽ അവിടുത്തെ കേരളത്തിൽ മലപ്പുറത്തും പൊന്നാനിയിലും മാത്രമല്ല കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും UDF ഉൾപ്പെടുന്ന രാഷ്ട്രീയ കക്ഷികൾ ഏതെങ്കിലും രീതിയിൽ RSSുമായി കൈകോർക്കുന്നത് പോലെ തന്നെ NDFുമായി ലീഗ് കൈകോർക്കുന്നു എന്നുള്ളത് ഇപ്പോൾ തന്നെ 20 മണ്ഡലങ്ങളിലും ചർച്ചയായി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഈ കേരളത്തിൽ ഈ പ്രത്യേകിച്ച് രാജ്യത്തുയർത്തുന്ന ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രസക്തമായ ചോദ്യം വർഗീയതയ്ക്കെതിരെ സമരസപ്പെടാത്ത സമരം ഉയർത്തുന്നത് ആരെന്നുള്ളതാണ്. അവിടെ ടോം വടക്കൻ ഇന്നലെ RSSലേക്ക് ചേർന്ന കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് കേരളം ബോധ്യപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് NDFുമായി കൈകോർക്കുന്ന ലീഗിനെയും വർഗീയതയ്ക്കെതിരെയുള്ള സമരസപ്പെടാത്ത സമരത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് നിർദ്ദയമാംവിധം ഇന്നലെ കേരളത്തിലെ ജനതയ്ക്ക് ബോധ്യപ്പെടുകയുണ്ടായിട്ടുണ്ട്. മലപ്പുറത്തും പൊന്നാനിയിലും മാത്രമല്ല കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും UDFിനെതിരെയുള്ള ദയാരഹിതമായ ജനവിചാരണയിൽ ഇന്നലത്തെ കൂടിക്കാഴ്ച ഇന്ധനമാകും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നേരത്തെ KS ഹംസ മുസ്ലിം നേതാവ് പറഞ്ഞൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം, മലപ്പുറത്ത് അവിടെ പറപ്പൂർ പഞ്ചായത്തിൽ SDPIയുടെ സഹായത്തോടു കൂടി SDPIയെ സഹായിച്ചാണ് അവിടെ CPM ഭരണം നടത്തുന്നത്. അപ്പം കോടിയേരി ബാലകൃഷ്ണൻ വിജയിച്ചതുപോലും SDPIയുടെ സഹായം തേടിയാണ്. അപ്പോൾ നിങ്ങളുടെ ചില വിഷയങ്ങൾ മറച്ചുവെക്കാനാണ് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ CPMും SDPയുമായുമാണ് പല സ്ഥലങ്ങളിലും ബന്ധമുള്ളത്. ഈ തെരഞ്ഞെടുപ്പിലും ആ ബന്ധം ആവർത്തിക്കാൻ അവർ ശ്രമിക്കുകയാണ് എന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ ലീഗ് നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ജയിക്ക് വൈകി വന്നതുകൊണ്ടാണ് അത് കേൾക്കാതിരുന്നത്. ഞാൻ ബഹുമാനീയനായ ലീഗിനെ പ്രതിനിധീകരിച്ച് ഇത്തരത്തിൽ ആക്ഷേപങ്ങൾ ഉന്നയിച്ച നേതാവ് ആരാണെന്ന് എൻ്റെ പരിമിതമായ അറിവുകൊണ്ടായിരിക്കാം, എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയമില്ല. പക്ഷേ എന്തു തന്നെ ആയാലും ലളിതമായി പറഞ്ഞാൽ അരിയത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്നത് പോലെയാണ്. നിങ്ങളുടെ ഈ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരായി നിങ്ങൾ കരുതുന്ന, അതായത് മോഡി രാജ്യം ഭരിക്കുമ്പോൾ നിങ്ങൾ നിയമസഭയിൽ ഇരിക്കേണ്ട ആളല്ല, നിങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാകണമെന്ന് പ്രഖ്യാപിച്ച് നിങ്ങൾ തെരഞ്ഞെടുത്തയച്ച ലീഗിന്റെ അഖിലേന്ത്യാ നേതാവാണ് ഇന്നലെ NDFുമായി കൂടിക്കാഴ്ച നടത്തി അവരുടെ വോട്ട് ഇരന്ന് ചോദിക്കുന്ന രാഷ്ട്രീയമായ അശ്ലീലതകളുടെ ഒരു കാഴ്ചയ്ക്ക് നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിച്ചത്. അപ്പോൾ ലീഗിന്റെ അഖിലേന്ത്യാ നേതാവ് NDFുകാരനുമായി ചർച്ച നടത്തുന്ന ചോദ്യം ചോദിക്കുമ്പോൾ ഒരു പഞ്ചായത്തിൽ ഒരു വാർഡിൽ ഇടതുപക്ഷം NDFിന്റെ പിന്തുണ സ്വീകരിച്ചു എന്ന വാദം, അതൊരു വാദത്തിന് വേണ്ടി ഇനിയിപ്പോൾ ശരിയാണെന്ന് അംഗീകരിച്ചാൽ പോലും അത് എങ്ങനെയാണ് തെറ്റായ സമീകരണമല്ലേ? അതെങ്ങനെയാണ് നമുക്ക് ഉൾക്കൊള്ളാനാകുക? അപ്പോൾ ഭൂതകാലത്തിന്റെ ചരിത്ര വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. വടകരയും ബേപ്പൂരും അടക്കം RSSന്റെയും NDFിന്റെയും ഒക്കെ പിന്തുണ വാങ്ങിച്ച് മത്സരിച്ചവരും മത്സരത്തിൽ തോറ്റുപോയവരും ആരായിരുന്നു എന്ന് കേരളത്തിന്റെ ഭൂതകാല രാഷ്ട്രീയ ചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയും. പിന്നെ തലശ്ശേരി നിയോജക മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു വർഗീയവാദിയുടെ വോട്ട് സ്വീകരിച്ച് ജയിക്കേണ്ട ഗതികേട് ഈ കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഇല്ല എന്ന് രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ, ആദ്യാക്ഷരങ്ങൾ അറിയാവുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. ഇത് വെറുതെ ഒരു സംവാദത്തിൽ ഇത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലിന് വേണ്ടിയിട്ട് വെറുതെ ബോധപൂർവമായ ഒരു പരിഹാസ രൂപത്തിലുള്ള വാദങ്ങൾക്ക് വേണ്ടി ഇത്തരം വാദങ്ങൾ നിരത്താമെന്നേ ഉള്ളൂ. അത് ലീഗിന് പുതിയ കാര്യമല്ല. കാരണം യൂത്ത് ലീഗിന്റെ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി തന്നെ രാഹുൽ ഗാന്ധിയുടെ മുത്തുമുത്തച്ഛനാണ് മഹാത്മാഗാന്ധി എന്നും അദ്ദേഹം കൊല്ലപ്പെട്ടത് കോയമ്പത്തൂരാണ് എന്ന്
വിളിച്ചു പറയുമ്പോൾ അത് നാവുപഴയൊക്കെ എല്ലാവർക്കും പറയാം. പക്ഷേ അത് കേട്ട് കൈയടിക്കുന്ന അണികളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞ പാർട്ടിയാണ് ലീഗ്. അത് കേരളത്തിൽ പാർട്ടിക്കും കഴിയില്ല, അത് നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാം, തലശ്ശേരിയിൽ വർഗീയവാദികളെ വോട്ട് വാദിച്ച് ഞങ്ങൾ ഏതെങ്കിലും മണ്ഡലത്തിൽ ഞങ്ങൾ നല്ല സംശയരഹിതമായി ഇടതുപക്ഷത്തിന്റെ മുഴുവൻ ജനപ്രതിനിധികളും പറയും, വർഗീയതയ്ക്കെതിരെയുള്ള സമരത്തിന്റെ മുഖമാണ് ഞങ്ങൾ, വർഗീയതയ്ക്കെതിരെയുള്ള വോട്ടുകളാണ്, ആ വോട്ടിനെ പൂള് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് രാജ്യത്തെ ഇടതുപക്ഷത്തിന്റെ ചുമതല. അത് പ്രഖ്യാപിച്ചിട്ട് അന്തസ്സുള്ള നിലപാടുകളോടുകൂടെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ശ്രീ അബ്ദുൽ ജബ്ബാർ, ഈ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ BJP ഒഴിച്ചുള്ള ഏത് കക്ഷികളുമായും ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്, രാജ്യത്തെ മതേതരത്വം സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ ലീഗുമായി ചർച്ച നടത്തി അല്ലെങ്കിൽ ലീഗുമായി കൂടിക്കാഴ്ച നടത്തി എന്ന് പറയുമ്പോഴും ലീഗ് ഇത് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. ഇപ്പോൾ ജയിക്കും പറയുന്നു നിങ്ങളുമായി യാതൊരു സഹകരണവുമില്ല. നിങ്ങൾ ഈ വാതിൽ തുറന്നിടുമ്പോഴും മറ്റു കക്ഷികൾ നിങ്ങളെ അടുപ്പിക്കാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ വർഗീയവാദികളാണെന്ന് ലീഗ് അടക്കം ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഇത്തരത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ആരുമായി വേണമെങ്കിൽ സഹകരിക്കാൻ തയ്യാറാണെന്നും ഒക്കെ പറയുമ്പോഴും മറ്റു കക്ഷികൾക്ക് നിങ്ങൾ ഒട്ടും ദഹിക്കാത്തത് എന്തുകൊണ്ടാണ്? പ്രിയ CPM-ൻ്റെ സഖാവേ, ഞങ്ങൾ കേരളത്തിൽ 10 വർഷമായി പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൽ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളെയും 1 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും 2 ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിനെയും നേരിട്ട ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. നിങ്ങൾ ഈ വർഗീയതയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സഖാവേ, നിങ്ങൾ TPയെ വെട്ടിക്കൊന്ന ഇനോവ വണ്ടിയുടെ പിറകിൽ മാഷാ അള്ളാ എന്നെഴുതിയത് ഓർക്കുന്നുണ്ടാവും. മലേഗാവിലെ RSSൻ്റെ സനാതൻ സംസ്ഥ ബോംബ് സ്ഫോടനം നടത്തിയ സ്കൂട്ടറിൻ്റെ പിറകിൽ 786 എന്ന അക്കം എഴുതിയിരുന്നു. നിങ്ങൾ വർഗീയതയെക്കുറിച്ച് നന്നായി സംസാരിക്കേണ്ടതില്ല. പിന്നെ STPയിലെ ഒരു മുസ്ലിം നേതാവ്, സംസ്ഥാന അധ്യക്ഷൻ, മുസ്ലിം ലീഗിലെ 2 സമുന്നതരായ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ എന്ത് വർഗീയതയാണ് നിങ്ങൾ കാണുന്നത്? നിങ്ങളുടെ നേതാക്കൾക്ക് മാൻഹോളിൽ വീണ് മരിച്ചുപോയ നൗഷാദിൻ്റെ വിഷയത്തിൽ വർഗീയത പ്രചരിപ്പിച്ച വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ പോയി നിങ്ങൾക്ക് മുട്ടിലിഴയാം. അവിടെ പോയിട്ട് P. സുഗതൻ എന്ന ബാബരി മസ്ജിദ് തകർക്കാൻ പോയ ഹാദിയയെ തെരുവിൽ ഭോഗിക്കണമെന്ന് പറഞ്ഞ P. സുഗതനെ അണിനിരത്തിയിട്ട് നിങ്ങൾക്ക് മതിൽ സൃഷ്ടിക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് വർഗീയതയാണ് പറയുന്നത്? ഇത് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തുന്ന ബദൽ രാഷ്ട്രീയമെന്ന ഞങ്ങളുടെ മുദ്രാവാക്യം, യഥാർത്ഥ ബദൽ എന്ന മുദ്രാവാക്യത്തിന് പിന്തുണ കിട്ടുമെന്നും പരാജയ ഭീതി കൊണ്ടാണ് നിങ്ങൾ ശബരിമലയിൽ പരാജയപ്പെട്ടപ്പോൾ കൂടുതൽ ഹിന്ദു പ്രീണനം നടത്തി വോട്ട് നേടാമെന്ന തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ STPക്കെതിരെ ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്. ജയിക്ക മറുപടി. NDFന്റെ നേതാവ് വർഗീയതയ്ക്കെതിരെ പ്രസംഗിക്കുന്നത് കേൾക്കുന്നത് വർത്തമാന കാലങ്ങളിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ തമാശയാണ്. നമ്മള് പറഞ്ഞോളൂ, ജയിക്ക് പറഞ്ഞോളൂ. ഇല്ല, നിങ്ങൾ പറയാനുള്ളത് പറ, എന്നിട്ട് ഞാൻ അങ്ങനെയാണെങ്കിൽ സംസാരിക്കാം. അല്ല, ജയിക്ക് സംസാരിച്ചോളൂ. അബ്ദുൽ ജബ്ബാറിനോട് നമുക്ക് പിന്നെ ചോദിക്കാം, അദ്ദേഹത്തിന് അവസരം കൊടുത്തതാണ്. NDFന്റെ നേതാവ് വർഗീയതയ്ക്കെതിരെ സംസാരിക്കുന്നത് വർത്തമാനകാല രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഹിലാരിയസ് സിറ്റുവേഷൻ കൂടിയാണ്. രാഷ്ട്രീയമായി വലിയ തമാശ കലർന്ന രീതിയാണ്. പണ്ട് പൊൻകുന്നം വർക്കിയുടെ നോവൽ ഒരു എടുത്തു വായിച്ചിട്ടുള്ളതായിട്ടാണ് എൻ്റെ ഓർമ്മ. ഗാന്ധിജി തോക്കു കമ്പനിയുടെ അംബാസഡർ ആവുന്ന കാലം എന്ന് പറയുന്നുണ്ട്. അതേപോലെയാണ് NDF വർഗീയതയ്ക്കെതിരെ സംസാരിക്കുന്നത്. നിങ്ങൾ ഭൂതകാലത്തിൽ, ഞാനതിൻ്റെ ചരിത്രം, ഈ ഭൂതകാലത്തിൻ്റെ ഓർമ്മകളെ നിരന്തരം ഓർമ്മിപ്പിക്കേണ്ട വരുന്നത് വളരെ മോശകരമാണ്. ഇപ്പോഴത്തെ കാര്യം സംസാരിക്കുമ്പോൾ എല്ലായ്പ്പോഴും ചരിത്രത്തിലേക്ക് പോകുന്ന അത്ര നല്ല കാര്യമായി കരുതുന്നുമില്ല. പക്ഷേ എത്ര ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയും? ഇവിടെ ഏതെങ്കിലും തരത്തിൽ വളരെ പ്രസക്തമായ വർഗീയതയുമായിട്ടുള്ള സന്ധി സംഭാഷണം ലീഗും NDFും തമ്മിൽ നടത്തിയതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ വെള്ളാപ്പള്ളി നടേശനുമായി സംസാരിച്ചില്ലേ എന്ന് പറയുന്നത് എത്രയോ തരം താന്ന രാഷ്ട്രീയ ആരോപണമാണ്. നിങ്ങൾ ഭൂതകാലത്തിൽ നടത്തിയ കൃത്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞു. നിങ്ങൾ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയതിന്റെ ഓർമ്മകളിൽ നിന്ന് കേരളം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. നിങ്ങൾ അഭിമന്യു എന്ന് പറയുന്ന എത്രയോ പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് കേരളത്തിലെ ഒരു വിദ്യാർത്ഥിയെ ക്യാമ്പസിനുള്ളിൽ കയറി കൊലപ്പെടുത്തുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ കൊലപ്പെടുത്തിയത്? ഒരു ക്യാമ്പസിന്റെ ചുവറിൽ വർഗീയത തൊലയട്ടെ എന്ന് എഴുതി വെച്ചതിന്റെ പേരിലാണ്. ഒരു ചുവരെഴുത്ത് പോലും നിങ്ങൾക്ക് താങ്ങുവാൻ കഴിയുമായിരുന്നില്ല എന്നതിന്റെ പ്രതീകവും പരിച്ഛേദവുമല്ലായിരുന്നു അഭിമന്യുവിന്റെ രക്തസാക്ഷിത്വം. എത്രയെത്ര ചെറുപ്പക്കാർ കൊല്ലം ജില്ലയിലെ DYFയുടെ
ജില്ലാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റിനെ 5 നേരം നിസ്കരിക്കുന്ന പ്രിയപ്പെട്ട ബാപ്പയുടെ മകനെ അദ്ദേഹത്തിന്റെ മുമ്പിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തി എന്ന് മാത്രമല്ല അവസാനം തൊണ്ടക്കുഴിയിലേക്ക് ഒരിറ്റ് വെള്ളം ചോദിച്ച മകന്റെ മുമ്പിൽ വെച്ച് വീണ്ടും ആ പിതാവിന്റെ കൈ വെട്ടിയെടുത്ത് മാറ്റിവരില്ല നിങ്ങളോ വർഗീയതയ്ക്കെതിരെ ഇവിടെ ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വരുന്നത്? ഈ കേരളത്തിന്റെ എല്ലാ അപൂർവമായിട്ടെങ്കിലും കേരളത്തിൽ കലാപങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ആ കലാപത്തിന്റെ ഒരറ്റത്ത് RSS ഉണ്ട് എന്നതുപോലെ തന്നെ അതിന്റെ മറ്റൊരറ്റത്ത് NDF ഉണ്ടായിരുന്നു. ആ NDFന്റെ രൂപമായിരുന്നു നിങ്ങൾ. മാറാട് നിങ്ങൾ ഉണ്ടായിരുന്നില്ലേ? നാദാപുരം ഡിഫൻസ് ഫെഡറേഷൻ എന്ന പേരിൽ നിങ്ങൾ തുടങ്ങിയ NDF പിന്നെ കേരളത്തിൽ ഏതൊക്കെ തരത്തിൽ കലാപാഹ്വാന ശ്രമങ്ങളിൽ കലാപശ്രമങ്ങളിൽ എല്ലാത്തിന്റെയും ഒരറ്റത്ത് നിങ്ങൾ ഉണ്ടായിരുന്നു. കേരളത്തിൽ സമാധാനം ഭംഗമാക്കാൻ ശ്രമിക്കുന്ന എല്ലാ ശ്രമങ്ങളുടെയും ഒരറ്റത്ത് RSS ഉണ്ടായിരുന്നുവെങ്കിൽ മറ്റൊരറ്റത്ത് നിങ്ങൾ ഉണ്ടായിരുന്നു എന്നത് കേരളത്തിന്റെ ചരിത്രം സാക്ഷിയാണ്. പക്ഷേ ആ കലാപങ്ങളിൽ നിന്ന് കേരളം അതിജീവിച്ചത് ഈ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ കരുത്തിലാണ്. ഇപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നത് മാറാട് 2ാം കലാപത്തിന്റെ അവസരത്തിൽ അവിടുത്തെ പള്ളികളും ന്യൂനപക്ഷം വരുന്ന ക്ഷേത്രങ്ങളും കേന്ദ്രീകരിച്ച് വർഗീയ കലാപത്തിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുവാൻ RSSനെ പോലെ തന്നെ നിങ്ങളും ശ്രമിച്ചപ്പോൾ അവിടെ ഒരു ഹിന്ദു മുസ്ലിം ഐക്യ സമ്മേളനം സാധ്യമാക്കില്ല എന്ന ഘട്ടം വന്നപ്പോൾ അന്ന് ആദരണീയനായ AK ആന്റണിയാണ് മുഖ്യമന്ത്രി. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മുഴുവൻ ഭരണകൂട മർദ്ദക സംവിധാനങ്ങളുടെ മുഖ്യമന്ത്രിക്ക് മാറാട്ടേക്കൊന്ന് കാലുകുത്താൻ കഴിയാതെ വന്നപ്പോൾ അന്നത്തെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സഖാവ് VS അന്നത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായിയും ഒരുമിച്ച് വന്നിട്ടാണ് മാറാട് മനുഷ്യ സംഗമം നടത്തിയത്. ആ മനുഷ്യ സംഗമം നടത്തിയപ്പോൾ അന്ന് അവർ വിളിച്ചു പറഞ്ഞ വാചകങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് പ്രസക്തമാണ്. അന്ന് വിളിച്ചു പറഞ്ഞത് 55,000 പോലീസുകാരുടെ തലവനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ കഴിഞ്ഞില്ല. പക്ഷേ NDFന്റെയും RSSന്റെയും ഊരിപ്പിടിച്ച കടാരമുനകൾക്ക് മുമ്പിലൂടെയാണ് ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ മതനിരപേക്ഷ സംഗമത്തിലേക്ക് ഞങ്ങൾ എത്തിയത് എന്ന് കേരളത്തിൽ വിളിച്ചു പറഞ്ഞത് ആ കലാപം അവസാനിപ്പിച്ച് മാനവികതയിലേക്ക് കേരളത്തെ കൊണ്ടുവന്നത് ഇടതുപക്ഷത്തിന്റെ കരുത്തിലാണ്. ഈ കേരളത്തിന്റെ ഭൂതകാല ചരിത്രത്തിലെ മുഴുവൻ കലാപാന്വേഷണങ്ങളിലും RSSനെ പോലെ തന്നെ നിങ്ങളും ഉണ്ടായിരുന്നു. നിങ്ങളോ എന്നിട്ട് ആട്ടും തോലിട്ട ചെന്നായിയെ പോലെ അല്ലെങ്കിൽ ഗാന്ധി തോക്ക് കമ്പനിയുടെ അംബാസഡർ ആകുന്ന രാഷ്ട്രീയ അശ്ലീലത പോലെ നിങ്ങളാണോ ഇപ്പോൾ വർഗീയതയ്ക്കെതിരെ ഇവിടെ വന്ന് സംസാരിക്കുന്നത്? നിങ്ങൾ 4 വോട്ടിന് വേണ്ടി ആരുമായും കൂട്ടുകൂടുന്നവരാണ്. നിങ്ങൾ ലീഗിനെ പിന്തുണച്ചിട്ടുണ്ട്. നിങ്ങൾ കോട്ടയം ജില്ലയിൽ പൂഞ്ഞാറിൽ നിങ്ങളുടെ പിന്തുണ അവിടുത്തെ PC ജോർജ് എന്ന് പറയുന്ന അവിടുത്തെ MLAക്കാണ്. നിങ്ങൾ വോട്ടിന് വേണ്ടി നിങ്ങളുടെ വർഗീയ ഭ്രാന്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ആരും നിങ്ങളെ സംരക്ഷിക്കാൻ തയ്യാറാകുന്നോ അവരുടെയൊക്കെ പിന്തുണ സ്വീകരിച്ച ഭൂതകാല ചരിത്രമാണ് NDFനുള്ളത്. ഞാൻ ബാക്കി വിശദാംശങ്ങളിലേക്ക് അബ്ദുൾ ജബ്ബാർ, ഇത്തരത്തിൽ ഈ ലീഗ് അടക്കം CPM അടക്കം മിക്ക കക്ഷികളും നിങ്ങളെ ഒറ്റപ്പെടുത്തി വെച്ചിരിക്കും. നിങ്ങൾ വർഗീയ കക്ഷിയാന്ന് തന്നെ പറഞ്ഞു വെക്കുന്നു. ഇപ്പോൾ ശക്തമായ ആക്ഷേപം ഉന്നയിച്ചാണ് ജയ്ക്ക് ഇപ്പോൾ പറഞ്ഞു വെച്ചത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ നിങ്ങളുടെ വോട്ടുകൾ, നിങ്ങളുടെ ചെറിയ വോട്ട് ബാങ്കുകളാണെങ്കിൽ നിങ്ങളുടെ പോക്കറ്റുകൾ എല്ലാ കക്ഷികൾക്കും വേണം. ലീഗ് പരസ്യമായി പറയുമ്പോഴും അവർ നിങ്ങളെ കാണാനും സംസാരിക്കാനും തയ്യാറാകുന്നു. ഇത് തന്നെ അല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക്? സഖാവിനോട് ഒരു മറുപടി പറയേണ്ടതുണ്ട്. കേരള ശബ്ദവും ദേശാഭിമാനിയും മാത്രം വായിച്ച് മറുപടി അർഹിക്കാത്ത അസംബന്ധങ്ങളാണ് നിങ്ങൾ ചാനൽ ചർച്ചയിൽ ഉന്നയിക്കുന്നത്. മാറാട് കലാപത്തിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെയൊക്കെ കണക്കുകളൊന്ന് എടുത്ത് നോക്കുക. നിങ്ങൾ വെറുതെ ഇങ്ങനെ കുതിര കയറാതെ അസംബന്ധങ്ങൾ മാത്രം വിളമ്പല്ല. മറ്റൊന്ന് ഞാൻ ചോദിക്കുന്നത്, എന്താണ് കേരള രാഷ്ട്രീയത്തിൽ ജനാധിപത്യ പ്രക്രിയയിൽ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ മറ്റൊരു പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയാൽ എന്താണ് പ്രശ്നം? രാഷ്ട്രീയ ചർച്ച നടത്തിയാൽ എന്താണ് പ്രശ്നം? ഞങ്ങൾ ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്നവരാണ്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരാണ് ഞങ്ങൾ. നേതാക്കൾ പോലും പുറത്തു വന്ന് പറയുകയാണ് അത്തരത്തിൽ രാഷ്ട്രീയ ചർച്ചയല്ല, സൗഹൃദമായി വെറുതെ ഞങ്ങൾ റെസ്റ്റോറന്റിൽ വെച്ചൊന്ന് കണ്ടു, ചർച്ച നടത്തണമെങ്കിൽ ഞങ്ങൾ പരസ്യമായി നടത്തേണ്ട കാര്യമില്ലല്ലോ, രഹസ്യമായി നടത്തിയാൽ പോരെ. അതുപോലും നിഷേധിച്ചുകൊണ്ടാണ് അവർ തുടർച്ചയായി മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചർച്ച ഒരു ഭാഗത്ത് നടക്കുമ്പോഴും നിങ്ങളെ വേണ്ട, പരസ്യമായി സമ്മതിക്കാൻ അവർ തയ്യാറാകുന്നില്ല. ഞാൻ പറയുന്നത് 12-13 പാർട്ടികളുള്ള മുന്നണികളാണ് ഇടതും വലതും. ഞങ്ങൾ തനിച്ചാണ് നിൽക്കുന്നത്. ഞങ്ങൾ ഈ 14 ജില്ലയിൽ 13 ജില്ലകളിലും ലോക്കൽ ബോഡികളിൽ പന്തളം നഗരസഭയിൽ ഞങ്ങൾക്ക് ആളുണ്ട്, കോർപ്പറേഷൻ കൊല്ലം കോർപ്പറേഷനിലുണ്ട്. ഞങ്ങളിങ്ങനെ 13 ജില്ലയിലും ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്തയക്കാൻ കഴിയുന്ന ജനപിന്തുണയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഞങ്ങളങ്ങനെ ചർച്ച നടത്തിയാൽ എന്താണ് CPMന് എന്താ ഇത്ര ബേജാറ്? പിന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ നിഷേധിക്കുന്നതൊക്കെ അവരുടെ കാര്യമാണ്. ഞങ്ങൾ ഏതെങ്കിലും സീറ്റിൻ്റെ കാര്യത്തിലോ വോട്ടിൻ്റെ കാര്യത്തിലോ അല്ല, ഞങ്ങൾ ചർച്ച ചെയ്തത് ടോട്ടൽ ഇന്ത്യയിലെ ദേശീയ രാഷ്ട്രീയത്തിലുള്ള സംഭവ വികാസങ്ങളാണ്. ഇടതുപക്ഷം ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ കോൺഗ്രസിനെ പിന്തുണക്കുന്നില്ലേ? ഇവിടെ കോൺഗ്രസിനെതിരല്ലേ മത്സരിക്കുന്നത്? എന്തുകൊണ്ടാണ്?
പശ്ചിമ ബംഗാളിൽ കോൺഗ്രസുമായി സഹകരിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായും ചർച്ചയ്ക്ക് തയ്യാറാണ്. അത് ഞങ്ങൾ യാതൊരു മടിയില്ല. BJP അല്ലാത്ത എല്ലാവരുമായി ചർച്ച ചെയ്യും. ഞങ്ങളത് വാതിൽ ഞങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്. വല്ലാതെ വെട്ടിലായിരിക്കുകയാണോ ലീഗ്? പ്രത്യേകിച്ചും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ ആരോപണം ഇവർക്കെതിരെ ഉയർന്നിരുന്നു SDP-യുമായി ബന്ധപ്പെട്ട രഹസ്യ ബാന്ധവത്തെ കുറിച്ച്. ഇപ്പോൾ ദൃശ്യങ്ങൾ സഹിതം ഇത് പുറത്തു വരുമ്പോൾ അതെങ്ങനെ വിശദീകരിക്കാൻ അവർക്കാകും? ഇപ്പോൾ ലീഗ് നേതാക്കൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസനീയമാണോ? കുറച്ചുകൂടി ജാഗ്രത ഈ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇത്തരം വിഷയങ്ങൾ പുലർത്തേണ്ടതായിരുന്നില്ലേ? ശരിയാണ്, ലീഗ് ഒരു ചെറിയൊരു വെട്ടിലാണ് ഇപ്പോൾ വീണിരിക്കുന്നത്. എതിർകക്ഷികളുടെ കയ്യിൽ അടിക്കാൻ തന്നെ അടിച്ചോ എന്ന് പറഞ്ഞിട്ടൊരു വടി കൊടുത്ത അവസ്ഥയാണ് ഇപ്പോൾ ലീഗിനുണ്ടായിരിക്കുന്നത്. ആ അടി കുറച്ച് സഹിച്ചേ കൊണ്ടേ മതിയാവും ലീഗ്. പക്ഷേ ഇവിടെ ഇതുപോലെയുള്ള തീവ്ര സ്വഭാവമുള്ള ഗ്രൂപ്പുകളുമായിട്ടുള്ള കൂട്ട് പ്രത്യേകിച്ച് പൊന്നാനി മണ്ഡലത്തിൽ അത് ആദ്യമൊന്നുമല്ല. ലീഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലായിട്ടുള്ള ടൈമാണ്. പ്രത്യേകിച്ച് SDPIയുടെ 26,000-ലധികം വോട്ട് കഴിഞ്ഞ തവണ SDPIക്ക് കിട്ടിയതാണ്. ഇപ്രാവശ്യം അവർ 30ഓളം വോട്ട് അവർക്കുണ്ട് എന്ന് അവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. 30-ലധികം അവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ ആ വോട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സഹായം തേടുക എന്നുള്ളത് ലീഗ് ചെയ്തിട്ടുണ്ട്. സഹായിക്കണം എന്നുള്ളത് ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരോട്. അത് സത്യം തന്നെയാണ്. പക്ഷെ അതോടൊപ്പം SDPIയുടെ കാൻഡിഡേറ്റ് അവിടെ ഉണ്ട്. അത് അങ്ങനെ യഥാർത്ഥത്തിൽ അവർക്ക് വേണമെങ്കിൽ ഒരു ഔദ്യോഗിക തലത്തിൽ ചർച്ചയിലൊക്കെ മറ്റോ പോകണമെങ്കിൽ നേരത്തെ തന്നെ ആകാമായിരുന്നു. അത് ചെയ്യാതെ SDPIയുടെ വളരെ ശക്തനായ ഒരു കാൻഡിഡേറ്റാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അവരുടെ കൂട്ടത്തിൽ വെച്ച് നല്ല കാൻഡിഡേറ്റ് തന്നെയാണ് അവർ നിർത്തിയിരിക്കുന്നത്. നല്ലൊരു ശതമാനം വോട്ട് അവർ 3%-ലധികം വോട്ട് എന്തായാലും അവർ പോക്കറ്റ് ചെയ്യുന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ആ രൂപത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു മീറ്റിംഗ് അത് അറേഞ്ച്ഡ് ആണോ അല്ലെങ്കിൽ ആക്സിഡന്റൽ ആണോ എന്നുള്ളത് അത് വേറെ വിഷയം. എന്തായാലും ശരി, അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ക്ഷീണം ചെയ്തിരിക്കുകയാണ്. പൊളിറ്റിക്കലി അവർക്ക് അതൊരു ക്ഷീണം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ നോക്കേണ്ടത് 2009 ഇപ്പൊ CPM ലീഗിന്റെ മെക്കിട്ട് പാഞ്ഞു കയറുന്നുണ്ട് ഇത് പറഞ്ഞിട്ട്. 2009 അവിടെ ഇലക്ഷനിൽ നടന്ന CPMന്റെ കൂടെ ഇരുന്നത് ആരായിരുന്നു? മദനിയായിരുന്നു. അവിടെ മദനിയോടൊപ്പം ചേർന്നിട്ടായിരുന്നു CPM അന്ന് ഫൈറ്റ് ചെയ്തിരുന്നത്. ഇതൊന്നും പലപ്പോഴും കാണാതെ പോവുകയാണ്. ഇലക്ഷനിൽ എങ്ങനെയെങ്കിലും ഇലക്ഷൻ ജയിക്കുക അല്ലെങ്കിൽ ആ സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ഇതിലേക്കാണ് വന്നിരിക്കുന്നത്. അത് എത്രത്തോളം വിജയിക്കുമെന്നുള്ളത് നമ്മൾ കണ്ടറിയണം. പ്രത്യേകിച്ച് അൻവറിന്റെ രാഷ്ട്രീയ ശൈലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നോ ഹോൾസ് ബാർഡാണ് അദ്ദേഹത്തിന്റെ ഒരു അറ്റാക്കിംഗ് രീതി. പലപ്പോഴും മര്യാദയൊക്കെ സീമ വെക്കാത്ത രീതിയിലുള്ള അറ്റാക്കിംഗ് ആയിരിക്കും അദ്ദേഹം നടത്തുക. ഇപ്പൊ തന്നെ നമ്മൾ കണ്ടു ET മുഹമ്മദ് ബഷീറിനെ പോലുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവിനെ അദ്ദേഹം നന്നായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു ഇലക്ഷനിൽ. എന്തായാലും ശരി, അത് ETക്കും അതുപോലെ തൽക്കാലത്തേക്ക് ക്ഷീണം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം. അത് ഒഴിവാക്കാമായിരുന്നു. കുറച്ചൊരു ജാഗ്രത കുറവ് ലീഗിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അതിന് അവർ എന്ത് വില നൽകേണ്ടെന്ന് നമുക്ക് കണ്ടറിയണം. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു മാസം ഒരാഴ്ചയും ഇനിയും ഇലക്ഷൻ ഉണ്ട്. ഇതൊരു മുഖ്യ വിഷയമാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ലത്തീഫ് നഹായി ഈ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം. നമുക്കറിയാം ആദ്യഘട്ടത്തിൽ കുഞ്ഞാലിക്കുട്ടിയെ അവിടെ മത്സരിക്കണം. കുഞ്ഞാലിക്കുട്ടി കുറച്ചുകൂടി ശക്തനായ സ്ഥാനാർത്ഥിയാണ് ETയേക്കാൾ. കുഞ്ഞാലിക്കുട്ടി പറയുന്നു തനിക്ക് അവിടെയാണ് മത്സരിക്കേണ്ടി വരുന്നതെങ്കിൽ താൻ മത്സരിക്കാനില്ല ഒരു മണ്ഡലത്തിലെന്ന് പറഞ്ഞ് ഒഴിയുന്നു. നമുക്കറിയാം ETയുടെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ 25,000-ഓളമായി എത്തുന്നു. കാരണം നേരത്തെ 84,000-ന് 25,000 മൂന്നിലൊന്നായി കുറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ഓരോ വോട്ടുകളും അവിടെ നിർണായകമാണ്. SDPI പോലെയുള്ള ഒരു സംഘടനയുമായി ബന്ധപ്പെടേണ്ടവർക്ക് അനിവാര്യമാണ്. അവരുടെ സ്ഥാനാർത്ഥി അവിടെ 26,000-ൽ പരം വോട്ടുകൾ പിടിച്ച സാഹചര്യമൊക്കെ ഉണ്ട്. അതൊക്കെ ആയിരിക്കില്ലേ ഒരുപക്ഷെ മുസ്ലിം ലീഗിനെ കുറച്ചുകൂടി ഗൗരവമായി ഇത്തരം കാര്യങ്ങൾ ചിന്തിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും ഓരോ വോട്ടും പൊന്നാനിയിൽ വളരെ വാല്യുബിൾ ആണ്. ഒരു പാർട്ടി ഇന്നേവരെ ഒരാളുടെ വോട്ടും വേണ്ടാന്ന് പറയാൻ തയ്യാറായിട്ടില്ല. അപ്പം അത് CPM ആയാലും മുസ്ലിം ലീഗ് ആയാലും SDPIയുടെ വോട്ട് വേണ്ടാന്ന് ലീഗ് പറയാൻ തയ്യാറാവുമോ? തെറിയില്ല. അത് ആരും പറയില്ല. അതൊരു രാഷ്ട്രീയത്തിൽ ശരിയല്ലാത്തൊരു കാര്യമാണ്. വോട്ട് ആരുതായാലും വോട്ട് തന്നെയാണ്. അത് ആ നിലക്ക് സഹായം ആരോടും തേടാം. ആ രീതിയായിരിക്കണം ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക. അല്ലാതെ രാഷ്ട്രീയപരമായിട്ട് ഒരു അലൈൻമെന്റിന് അവരെ ലീഗ് മുതിരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മുതിർന്ന് കാണാൻ സാധ്യതയില്ല. പക്ഷേ അവര് തേടിയിട്ടുണ്ടാവും സഹായം. അത് ഉറപ്പാണ്. സഹായിക്കണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. ശ്രീ KS ഹംസ, ഈ നേരത്തെ പറഞ്ഞതുപോലെ ET മുഹമ്മദ് ബഷീറിന്റെ ഭൂരിപക്ഷം വളരെ കുറഞ്ഞ ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ഇത്തവണ അൻവറിനെ പോലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി കോൺഗ്രസ് വോട്ടുകൾ പോലും അവിടെ ആ സ്ഥാനാർത്ഥി സമാഹരിക്കുമെന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നു. അത്ര ശക്തമായ പോരാട്ടം അവിടെ അവർ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിന്റെ ഗൗരവം ഉൾക്കൊണ്ട് SDPI പോലെയുള്ള സംഘടനയുടെ വോട്ട് കൂടി പരസ്യമായോ രഹസ്യമായോ തേടിക്കളയാം എന്ന് തീരുമാനിച്ചാകുമോ ഒരുപക്ഷെ ഇത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് നേതാക്കൾ മുതിർന്നത്?
അല്ല രഞ്ജിത്ത്, അങ്ങനെ ഒരു വിഷയമല്ല, അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണ്. അത് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഇ ടി മുഹമ്മദ് ബഷീറിന് കഴിഞ്ഞ തവണ കുറച്ച് വോട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ കഴിഞ്ഞ സഭാ കാലഘട്ടത്തിൽ അദ്ദേഹം കൈവരിച്ച അഭൂതപൂർവമായ ഒരു പാർലമെന്ററിയുടെ വളർച്ചയുണ്ടല്ലോ, അത് ഗംഭീര വോട്ടാക്കി മാറ്റി ഞങ്ങളുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ അവിടെ മത്സരിക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങൾക്ക് ഇത്തരം ഒരു സംഘടനകളെയും കാലിപ്പിക്കേണ്ട ആവശ്യമേ ഇല്ല. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പലരും സംസാരിക്കും, അത് വേറെ കാര്യം. ഞങ്ങളുടെ പ്രഖ്യാപിത നയം വ്യതിചലിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിക്കും ഒരു അടിസ്ഥാനങ്ങൾക്കും ഒരു ചർച്ചക്കും ഒരു അധ്യക്ഷത്തിനും പോകില്ല. ഈ കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്, എന്റെ CPM-ന്റെ സുഹൃത്ത് ജയ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിരി വരെയാലും ചില അദ്ദേഹം ഏതോ വിപ്ലവ സാഹിത്യങ്ങളൊക്കെ വായിച്ചിട്ട് ഈ സമീപകാല കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രവുമായി പുലബന്ധം പോലും ഇല്ലാതെ എന്തൊക്കെയോ വാചകം പഠിച്ച് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു പോകുന്ന ഒരു സ്വഭാവമാണ് കാണുന്നത്. അദ്ദേഹത്തിന് ഒരു കാര്യം ബോധമില്ലെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം എന്താണെന്നോ, ഞാൻ പറയുന്നത് വസ്തുതയാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ വെക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ വ്യൂവേഴ്സിന്റെ മുമ്പിൽ വെക്കുന്നത് വസ്തുതകളാണ്. ഇവിടെ ഒളിഞ്ഞും തെളിഞ്ഞും വർഗീയ ചിത്രീകരണ കക്ഷികളുമായി അവിശുദ്ധ ബാന്ധവത്തിൽ ഏർപ്പെട്ടുള്ള ചരിത്രം CPM-ന് മാത്രമുള്ളതാണ്. അത് കഴിഞ്ഞ കാലത്തെ എല്ലാ തെരഞ്ഞെടുപ്പുകളുടെയും ചരിത്രം അങ്ങനെ തന്നെയാണ്. SDPI തന്നെ പറഞ്ഞിട്ടുള്ള അവരുടെ ആളുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2-3 മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കിയൊക്കെ CPM-ന് അവർ സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് മാത്രമല്ല, ഇപ്പൊ RSSന്റെ സഹായത്തോട് കൂടിയിട്ട് പഞ്ചായത്തുകൾ ഭരിക്കുന്നുണ്ടല്ലോ അവർ. ചെറുതുരുത്തി പഞ്ചായത്ത്, വള്ളത്തോൾ നഗർ പഞ്ചായത്ത്, തൃശൂർ ജില്ലയിൽ 5 വർഷക്കാലം RSSകാരൻ ഷാജി വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ സുബ്രഹ്മണ്യൻ എന്നുള്ള CPM-കാരൻ പ്രസിഡന്റുമായി ഭരിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ പാലക്കാട് മുനിസിപ്പാലിറ്റി അവരുടെ സഹായത്തോടു കൂടിയാണല്ലോ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മുസ്ലിം വർഗീയത, ഹിന്ദു വർഗീയത എന്നൊന്നുമില്ല. ഏത് വർഗീയതയും താലോലിക്കുന്ന സമീപനമാണ് CPM-നുള്ളത്. കഴിഞ്ഞ ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം ഉണ്ടായ ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പില് അബ്ദുൽ നാസർ മദനിയെ വെച്ചുകൊണ്ട് എന്താണ് CPM പ്രസംഗിച്ചത്? അദ്ദേഹം ഗാന്ധിജിക്ക് തുല്യനാണെന്ന് പ്രസംഗിച്ചവരാണെന്നല്ലോ അദ്ദേഹം. ഇവർ പറഞ്ഞതാണല്ലോ അബ്ദുൽ നാസർ മദനി ഗാന്ധിജിക്ക് തുല്യനാണെന്നാണ് പറഞ്ഞത്. മാത്രമല്ല, പൊന്നാനി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിന് മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വർഗീയതയെ താലോലിക്കുന്ന സമീപനമല്ലേ CPM സ്വീകരിച്ചിട്ടുള്ളത്? അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടിയിട്ട് എത്ര മണിക്കൂറുകളാണ് പിണറായി വിജയൻ സ്റ്റേജിൽ കാത്തിരുന്നത് നമ്മൾ കണ്ടതല്ലേ? അപ്പോ ഇടതുപക്ഷം ഏത് കാലഘട്ടത്തിലും, ഇപ്പൊ SDPയുടെ കാര്യം പറയുമ്പോൾ മറ്റത് പറയേണ്ടെന്ന് പറഞ്ഞേക്കാം, പക്ഷെ വർഗീയത, എല്ലാ വർഗീയതയും തുല്യമാണ്, എല്ലാ വർഗീയതയും നാടിനാപത്താണ്. ഇതാണ് ഞങ്ങളുടെ പ്രഖ്യാപിത നയം. SDPയുടെ കാര്യം തന്നെ ഞാൻ പറഞ്ഞു, ഇന്നും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ പറപ്പൂർ പഞ്ചായത്തിൽ SDPയും CPM-ഉം തമ്മിൽ ഭരണം പങ്കിട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിരവധി പഞ്ചായത്തുകളിൽ, ലോക്കൽ ബോഡികളിൽ RSSുമായി ഭരണം പങ്കിട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ തന്നെ ഞാൻ ഇരിക്കുന്ന പാലക്കാടുണ്ട്. പാലക്കാട് ശിവദാസ മേനോന്റെ ആദ്യകാല ചരിത്രം അങ്ങനെ തന്നെയാണ്. ശിവദാസ മേനോന്റെ തെരഞ്ഞെടുപ്പ് ഉദ്ഘാടനത്തിന് വന്നത് അദ്വാനിയായിരുന്നു. അന്ന് അതിന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് O രാജഗോപാലായിരുന്നു. കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി BJP-യുമായി സഖ്യമുണ്ടാക്കിയത് അവരാണ്. അങ്ങനെയാണ് അവർ കോൺഗ്രസ് ഭരണത്തെ മറിച്ചിട്ടുകൊണ്ട് കേന്ദ്രത്തിൽ ആദ്യമായി കോൺഗ്രസ് ഇതര ജനസംഘത്തിന്റെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചവരാണ്. ഈ വാജ്പേയി ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തവരവരാണ്. അതുപോലെ എല്ലാ രംഗത്തും വർഗീയ ശിഥിലീകരണ കക്ഷികളുമായി ചങ്ങാത്തത്തിൽ നടന്ന ചരിത്രങ്ങൾ പറയുന്ന സമയത്ത് അത് പുലബന്ധമില്ലാതെ സംസാരിക്കുന്നത് ശരിയല്ലല്ലോ. ഓരോ തെരഞ്ഞെടുപ്പിലും ദിനമോരോ വല്ലഭന്മാർ ഞങ്ങളുടെ പാതിവൃത്യം അങ്ങനെ എന്ന് പാടിയ രീതിയാണ് CPM-നുള്ളത്. ഓരോ തെരഞ്ഞെടുപ്പിൽ ഓരോ വർഗീയത താലോലിക്കാൻ അവർക്കുണ്ടാകും. ഈ തെരഞ്ഞെടുപ്പില് അവർക്ക് ഒന്നും പറയാനില്ല. ജനങ്ങളുടെ മുമ്പിൽ ദേശീയ ഇഷ്യൂ അവർക്ക് പറയാനില്ല, സംസ്ഥാനത്ത് ഇഷ്യൂ പറയാനില്ല. ആ ജനവിരുദ്ധമായ സർക്കാരിന്റെ ചെയ്തികളെ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഒന്നും പറയാനില്ലാത്ത സമയത്ത് SDPയുമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് ലീഗിന്റെ മേലിൽ ആരോപിച്ച് അത് തെരഞ്ഞെടുപ്പ് വിഷയമാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെ മോശമാണ്. ക്ഷീരമുള്ളവർ അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന്റെ കൗതുകം എന്ന് പറഞ്ഞ സ്ഥിതിയാണ് അവർക്ക്. ഞാൻ മറ്റൊരു കാര്യം കൂടി ലത്തീഫ് സഹായ് അടക്കം ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, 2009 പൊന്നാനി തെരഞ്ഞെടുപ്പാണ്. അവിടെ അബ്ദുൽ നാസർ മദനിയുമായി കൂടിച്ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു സാഹചര്യം ജയിക്ക് ഓർക്കുന്നുണ്ടാകും. പിന്നീട് CPM-ന്റെ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് ആ ബന്ധം അവസാനിപ്പിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. CPI-യുടെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി വെളിയം ഭാർഗവൻ പോലും ശക്തമായി എതിർത്തിരുന്ന ഒരു പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. അത് ഇതുമായി കൂട്ടി വായിക്കുമ്പോൾ എങ്ങനെ ന്യായീകരിക്കും? ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് വിജയം വളരെ നിർണായകമായപ്പോൾ മദനിയെ പോലെ പിന്നീട് CPM തള്ളിപ്പറഞ്ഞ ഒരാളുമായി പോലും ബാന്ധവത്തിൽ ഏർപ്പെടേണ്ടി വന്ന സാഹചര്യമുണ്ടല്ലോ നമുക്ക് ആലോചിക്കാനായി. മദനയുടെ ഭൂതകാല രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ഒരു വിഴുപ്പ് പാണ്ഡവും ചുമക്കേണ്ട കാര്യം ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷത്തിനോ CPI-എമ്മിനോ ഇല്ല.
മദനി RSSന് ബദലായി IS ഇസ്ലാമിക് സേവാ ഫോഴ്സ് എന്ന നിലയിൽ ISS രൂപീകരിച്ച ആളായിരുന്നു മദനി. ആ മദനിയുടെ ഭൂതകാല പ്രവർത്തനത്തെ എല്ലാ കാലയളവിലും ആർജവത്തോടുകൂടെ തള്ളിപ്പറയാൻ കേരളത്തിൽ ഇടതുപക്ഷം സവിശേഷകരമായി CPIM തയ്യാറായിട്ടുണ്ട്. പക്ഷെ മദനി മദനിക്ക് മനസ്സിൽ പരിവർത്തനമുണ്ടായി വർഗീയതയിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ച് മതനിരപേക്ഷ ചേരിയിലേക്ക് മദനി വരാൻ തയ്യാറാകുമ്പോൾ അയാൾക്ക് മുമ്പിൽ വാതിൽ കൊട്ടിയടച്ചിടേണ്ടതാണ് എന്ന് ഇടതുപക്ഷം കരുതുന്നില്ല. ആ സുചിന്തിതമായ നിലപാടിന്റെ ഭാഗമായിട്ടാണ് പൊന്നാനിയിൽ വെച്ചിട്ട് അന്നത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുമായി മദനി വേദി പങ്കിടുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ നാടെത്തുന്നത്. നമ്മൾ കാണുന്നുണ്ടല്ലോ, ഈ 16 വർഷക്കാലം മുമ്പല്ലേ ഗുജറാത്ത് കലാപാനന്തരം ആ കലാപത്തിലെ ഏറ്റവും വലിയ ഹിന്ദു തീവ്രതയുടെ മുഖമായിരുന്നു അശോക് മോച്ചി. ആ അശോക് മോച്ചി നമ്മൾ ഓർപ്പിക്കുന്നുണ്ട്, കുത്തബ്ദീൻ അൻസാരി കണ്ണീരണിഞ്ഞ കണ്ണുകളോടെ ഗുജറാത്ത് കലാപത്തിന്റെ പരിച്ഛേദമായി കണ്ണീരണിഞ്ഞ കണ്ണുകളോടെ കൈകൂപ്പി നിൽക്കുമ്പോൾ അശോക് മോച്ചി ആയിരുന്നു മതവർഗീയവാദിയുടെ മതഭ്രാന്തിന്റെ പ്രതീകമായി നമ്മുടെ രാജ്യം കൊണ്ടാടപ്പെട്ട ചിത്രം. ആ അശോക് മോച്ചി പരിവർത്തനം ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിൽ മനസ്താപമുണ്ടായി. അദ്ദേഹം വന്ന് കുത്തബ്ദീൻ അൻസാരിയുടെ കൈ ചേർത്ത് പിടിച്ച് കണ്ണീരണിഞ്ഞ കണ്ണുകളോടുകൂടെ ഭൂതകാലത്തിലെ ഭ്രാന്തമായ അവസ്ഥയിൽ നിന്ന് എനിക്ക് മോചനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാപ്പിരുന്നത് ഈ കണ്ണൂരിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സദസ്സിൽ വെച്ചിട്ടാണ്. മനസ്സിന് പരിവർത്തനം ചെയ്ത് വർഗീയതയിൽ നിന്ന് മതനിരപക്ഷ ചേരിയിലേക്ക് ആളുകൾ വരാൻ തയ്യാറാകുമ്പോൾ അവരെ സ്വീകരിച്ചിട്ടുള്ള ചരിത്രമാണ് എല്ലാ കാലത്തും രാജ്യത്തും കേരളത്തിലും ഇടതുപക്ഷത്തിലുള്ളത്. പക്ഷെ ഇവിടെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾ ബാബറി മസ്ജിദ് ഉൾപ്പെടെയുള്ള ഭൂതകാല ചരിത്രത്തിലേക്ക് പോവാണ്. നിങ്ങൾ ചരിത്രം പറയുമ്പോൾ എനിക്കതിന് മറുപടി പറയേണ്ടതായിട്ടുള്ളത് എന്നുകൊണ്ട് മാത്രം അതിൽ പറയുകയാണ്. ബാബറി മസ്ജിദ് തകർത്തെറിയപ്പെട്ടതാണല്ലോ RSSന് പരവതാനി വിരിച്ചു കൊടുത്തത്. 18 ഭാഷ സംസാരിക്കാൻ അറിയാവുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ഏതെങ്കിലും ഒരു ഭാഷയിൽ ഒന്ന് അപലപിച്ചതായി, ഒന്ന് പ്രതിഷേധിച്ചതായി ലീഗ് കൂടെ ഉണ്ടായിരുന്നല്ലോ അന്നത്തെ ഭരണത്തിൽ, നമുക്ക് ചരിത്രത്തിൽ അറിവുണ്ടോ? എന്തെടുക്കുകയായിരുന്നു നിങ്ങളെന്ന ചോദ്യത്തിന് മുമ്പിൽ ഒരു പട്ടാള ഉദ്യോഗസ്ഥനെ പോലും അങ്ങോട്ടേക്ക് അയക്കാതെ RSSന്റെ കർസേവയ്ക്ക്, ഇന്ത്യൻ മതനിരപേക്ഷതയുടെ മിനാരങ്ങൾ തകർത്തെറിഞ്ഞ RSSന്റെ കർസേവയ്ക്ക് വരവതാനി വിരിച്ചു കൊടുത്തത് ലീഗ് കൂടെ പിന്തുണച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണമല്ലേ? എന്തെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി എന്ന് ചോദിച്ചപ്പോൾ 18 ഭാഷയിൽ സംസാരിക്കാൻ അറിയാവുന്ന അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് ഞാൻ എന്റെ പൂജാമുറിയിൽ പ്രാർത്ഥനയിലായിരുന്നു എന്നുള്ളതാണ്. പിറ്റേ ദിവസത്തെ കേരളീയ പത്രമാധ്യമങ്ങൾ പരിശോധിച്ചു നോക്ക്. കോൺഗ്രസിന്റെ ഉൾപ്പെടെ ഏതെങ്കിലും ഒരു പത്രമാധ്യമം അന്തസ്സോടെ തന്റെ ഇടത്തോടെ തർക്കമന്ദിരം തകർന്നു എന്നതാണ് കേരളത്തിലെ ഭൂരിഭാഗം മാധ്യമങ്ങളും തലക്കെട്ടെഴുതിയത്. ഇന്നും ഞങ്ങൾ അഭിമാനപുരസ്സരം ഞങ്ങൾ വിളിച്ചു പറയും, തകർത്തെറിയപ്പെട്ടത് തർക്കമന്ദിരമല്ല എന്നും ബാബറി മസ്ജിദ് RSS പൊളിച്ചു കളഞ്ഞതാണ് എന്നും അന്തസ്സോടെ ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു പത്രം അച്ചടിച്ച് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് CPIMന്റെ മുഖപത്രമായ ദേശാഭിമാനി മാത്രമായിരുന്നു. തർക്കമന്ദിരമെന്നല്ല ഞങ്ങൾ വിളിച്ചു പറഞ്ഞത്. തർക്കമുള്ള മന്ദിരമല്ല, മറിച്ച് ബാബറി മസ്ജിദ് ഏകപക്ഷീയമായി പൊളിച്ചു കളഞ്ഞത് RSS ആണ് എന്ന് കേരളത്തിൽ വിളിച്ചു പറഞ്ഞ ഏക പത്രം അത് CPIMന്റെ പത്രമായിരുന്നു. അതേ തുടർന്നാണ് NS മാധവൻ ചില്ലിയാട്ട് എന്ന് പറയുന്ന കഥ തന്നെ എഴുതുന്നത്. എഡിറ്റർ തർക്കമന്ദിരം എന്ന പേര് തിരുത്തിയിട്ട് അത് തിരുത്തുന്ന ആവേശകരമായ ഒരു കഥാരംഗം പോലും ഉണ്ടാകുന്നത് പിന്നീട് ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. വർഗീയതയ്ക്കെതിരെ ഒരു കാലയളവിൽ ഞങ്ങൾ സമരസപ്പെട്ടിട്ടില്ല. നിങ്ങൾ KTക്ക് പോലും ആദരണീയനായ കാഫർ വരെ എഴുതിയ ആദരണീയനായ മലയാള സാഹിത്യത്തിന്റെ അഭിമാനാർഹമായ പരിച്ഛേദമായ KTക്ക് പോലും നിങ്ങൾ വിലക്ക് പ്രഖ്യാപിച്ചവരല്ലേ? നിങ്ങൾ കരുവാരക്കൊണ്ട് ഫത്വ ഈ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം മറന്നു പോകണോ? ലീഗിന് വോട്ട് ചെയ്യാത്തവർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവർ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഇടമുണ്ടാവുകയില്ല എന്ന് പ്രചരിപ്പിച്ചവരല്ലേ? അതിന്റെ പേരിൽ ഫത്വ ഇറക്കിയവരല്ലേ? അതിന്റെ പേരിൽ പള്ളിപ്പറമ്പിൽ അടക്കാൻ സമ്മതിക്കാതിരുന്ന ഭൂതകാലം നിങ്ങൾക്ക് ലീഗിനില്ലേ? ഇപ്പൊ സ്ഥിതി മാറി. അന്നത്തെ മലപ്പുറമല്ല, കോണിക്ക് വോട്ട് ചെയ്താൽ ആ കോണിയിലൂടെ നടന്നു കയറിയാൽ മാത്രമേ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയൂ എന്നും പണ്ട് നിങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. അത് കേട്ട് വിശ്വസിക്കുകയും ചെയ്തിരുന്ന കുറച്ച് പാവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇന്നത് മാറി. കാലിക്കറ്റ് സർവകലാശാല മലപ്പുറം ജില്ലയിൽ വന്നു. മഹാനായ EMSന്റെ നേതൃത്വത്തിൽ ആ ജില്ല തന്നെ രൂപീകരിച്ചു. എണ്ണമറ്റ കോളേജുകളും സർവകലാശാലകളും വന്നു. അവിടുത്തെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും വിദ്യാഭ്യാസം ലഭിക്കാൻ തുടങ്ങി, രാഷ്ട്രീയം ലഭിക്കാൻ തുടങ്ങി. തെളിമയുള്ള രാഷ്ട്രീയത്തിന്റെ ഒരുപാട് വിഷയങ്ങളിലേക്ക് ആട് കയറി പോകും. നമുക്കിപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട വിഷയം ഈ SDPI ലീഗ് തർക്കം ലീഗ് ചർച്ച തന്നെയാണ്. ശ്രീ ലത്തീഫ് നഹായി, നമ്മൾ ഇന്നലെ കണ്ടതാണ് ഈ കൂടിക്കാഴ്ച. കൊണ്ടോട്ടിയിലെ KTDCD റെസ്റ്റോറന്റിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുന്നു. ഏതാനും മണിക്കൂറുകൾ, ഏതാനും മിനിറ്റുകൾക്കും തന്നെ ഇതിന്റെ ദൃശ്യങ്ങൾ മലപ്പുറത്തെ മാധ്യമ പ്രവർത്തകർക്ക് ലഭിക്കുന്നു. അപ്പോൾ ഇന്ന് കുഞ്ഞാലിക്കുട്ടി പുറത്തിറങ്ങിവെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. താൻ ET വിളിച്ചതനുസരിച്ചാണ് അവിടെ പോയത്. താൻ 8 മിനിറ്റ് മാത്രം അവിടെ ഉണ്ടായിരുന്നു. അവിടെ സംസാരിച്ചതിന്റെ വിശദാംശങ്ങൾ ET പറഞ്ഞിട്ടുണ്ടല്ലോ, തനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ലീഗിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് ഇതിനെ കൂട്ടി വായിക്കുന്നവരുണ്ട്. നമുക്കറിയാം ലീഗിലെ 2 അധികാര ധ്രുവങ്ങൾ, 2 നേതൃധ്രുവങ്ങൾ നമുക്കറിയാം. ETയും കുഞ്ഞാലിക്കുട്ടിയും തമ്മിലുള്ള വലിയ വിഷയങ്ങളിലെ പോരും നമുക്കറിയാം. ഇത് അങ്ങനെ നമുക്കൊന്ന് കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? ഈ വിഷയം ഇത്ര പെട്ടെന്ന് ഈ വിഷയം വിവാദമാക്കി എടുക്കുന്നതിൽ ലീഗിലെ വിഭാഗീയത വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടോ? അങ്ങനെ വേണമെങ്കിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാവുന്നതാണ് യഥാർത്ഥത്തിൽ. പക്ഷേ അവിടെ ഇവർ വിളിച്ചിട്ട് തന്നെയാണ് ഈ ടീമായിട്ട് അവർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ട്. വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവിടെ ചെന്നിരിക്കുന്നത്. അവിടെ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവിടെ വെച്ച് മീറ്റ് ചെയ്തിരിക്കുന്നത്. അത് കേവലം യാദൃശ്ചികമായിട്ടുള്ള ഒരു മീറ്റിംഗ് അല്ല എന്നുള്ളത് സത്യം തന്നെയാണ്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ വ്യാഖ്യാനിക്കാവുന്നതാണ് തീർച്ചയായിട്ടും.
ഈ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഈ പൊന്നാനി സീറ്റുമായി നമ്മൾ നേരത്തെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു സീറ്റായി മാറുന്നു. ET മുഹമ്മദ് ബഷീർ പാർലമെന്റിൽ വലിയ തോതിൽ പ്രഗത്ഭനായ ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ ടേമിൽ. അവിടെ കുഞ്ഞാലിക്കുട്ടിക്ക് പല വിഷയങ്ങളിലും അണികളോട് തന്നെ മറുപടി പറയേണ്ട ചില ചർച്ചകളിലൊക്കെ പങ്കെടുക്കാതിരുന്ന പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. അത്തരത്തിൽ ET ഒരു അധികാര ധ്രുവമായി മാറുന്നു, കുറച്ചുകൂടി അണികൾക്കിടയിൽ സ്വാധീനമുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു എന്നൊക്കെ രീതിയിലുള്ള കുഞ്ഞാലിക്കുട്ടി പക്ഷത്തു നിന്ന് അങ്ങനെയും ചില വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ ഇതിന് കാരണമായി എന്ന് നമുക്ക് പറയാമോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എന്നാൽ പോലും ET എന്ന നിലക്ക് പാർലമെന്റേറിയൻ എന്ന നിലക്ക് ETക്ക് അല്പം മുൻതൂക്കമുണ്ട്. കുഞ്ഞാലിക്കുട്ടിയെക്കാളും ഒരു നാഷണൽ പാർലമെന്റേറിയൻ എന്ന നിലക്ക് ETക്ക് പാർട്ടിയിലും പൊതുവിലും മുൻതൂക്കമുള്ള ആളാണ് ET. ആ റെസ്പെക്ട് ETക്ക് പാർട്ടിയിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ ഫ്ലഡിന്റെ സമയത്ത് ET പുറത്തായി പോയത്, ഒരു വിദേശ പര്യടനത്തിൽ ആയി പുറത്തു കുടുങ്ങിപ്പോയ അവസ്ഥ ETക്ക് വളരെ ക്ഷീണം ചെയ്തൊരു അവസരമാണ്. അദ്ദേഹത്തിന് അതോടൊപ്പം തന്നെ അതേപോലെ തന്നെ മുത്തലാഖ് വിഷയം വന്നപ്പോൾ കുഞ്ഞാലിക്കുട്ടി നാട്ടിലും ഒരു കല്യാണത്തിൽ പങ്കെടുത്തതും അതും വിഷയമായി. ആ സമയത്ത് ET പാർലമെന്റിൽ ഇരുന്നത് അത് അങ്ങോട്ടും അവരുടെ ഒരു എന്താ പറയാ ഒരു വീഴ്ച മറ്റൊരു നേട്ടം കൊണ്ട് മേക്കപ്പ് ചെയ്തു എന്നാണ് പാർട്ടിയിലുള്ള പൊതുവെയുള്ള വിശ്വാസം. ഇങ്ങനെ അതാണ് യഥാർത്ഥത്തിൽ. പിന്നെ നമുക്ക് ഒരു മീഡിയ ലെവലിൽ എല്ലാറ്റിലും നമ്മൾ ന്യൂനതകൾ മാത്രം കാണുന്നവരാണല്ലോ മീഡിയക്കാർ. അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ക്രിട്ടിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ താങ്കൾ പറഞ്ഞതിലേക്ക് എത്താവുന്നതാണ്. ഇങ്ങനെ ഒരു രണ്ട് ഗ്രൂപ്പായി രണ്ട് ധ്രുവങ്ങളിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന രീതിയിൽ കാണാവുന്നതാണ്. ശ്രീ അബ്ദുൽ ജബ്ബാർ, നേരത്തെ ഈ പറഞ്ഞതുപോലെ വളരെ ശക്തമായ ഭാഷയിൽ ജയ്ക്കടക്കം നിങ്ങളുടെ സംഘടനയെ വിമർശിക്കുകയുണ്ടായി. അപ്പോഴും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴൊക്കെ നിങ്ങളുടെ സഹായം തേടി വരുന്നുണ്ട്, രഹസ്യമായെങ്കിലും പലരും. ഇവിടെ ഈ ലീഗുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വരുന്ന വിവാദം, അവർ പറയുന്നു അവർക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കുമെന്ന് അവർ അണികൾ പോലും പറയുന്നു. യൂത്ത് ലീഗ് അടക്കം ശക്തമായ ഭാഷയിൽ എതിർക്കുകയും ചെയ്യുന്നു. വർഗീയ സംഘടനകളുമായി ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സഹായവും വേണ്ട എന്ന് പറയുന്നു. ഇത്തരത്തിൽ പൊന്നാനിയിൽ നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്, മലപ്പുറത്ത് പക്ഷേ നിങ്ങൾക്ക് സ്ഥാനാർത്ഥി ഇല്ലതാനും. ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പ്രചരണവുമായി പരമാവധി വോട്ടുകൾ നിങ്ങൾക്ക് സമാഹരിക്കത്തക്ക രീതിയിൽ തന്നെ ആകുമോ നിങ്ങൾ പോവുക, അതോ ഏതെങ്കിലും കക്ഷികളെ ചർച്ചയ്ക്ക് വരുന്നവരെ അടുപ്പിക്കുക, അവർക്ക് കൂടുതൽ സഹായം ചെയ്യുക, ആ രീതിയിൽ നിങ്ങളുടെ നിലപാടുകൾ നിങ്ങൾ മാറ്റാൻ സാധ്യതയുണ്ടോ? ചർച്ചകൾക്ക് വാതിൽ തുറന്നിട്ടുണ്ട്. ഏതായാലും ഞങ്ങളിപ്പോൾ പ്രഖ്യാപിച്ച 6 ഇടങ്ങളിൽ ഞങ്ങൾ പ്രചരണമായി വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അടുത്ത 19-ാം തീയതി കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം അടുത്ത സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവും ഉണ്ടാകും. മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ പുറപ്പൂരിൽ CPM-ന് ഞങ്ങളുടെ പിന്തുണ കൊണ്ടാണ് ഭരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അത് മലപ്പുറത്തായാലും ആലപ്പുഴയിലായാലും ഞങ്ങളുടെ പിന്തുണയോ നിഷ്പക്ഷതയോ കൊണ്ട് UDF-ഓ LDF-ഓ അധികാരത്തിൽ വരുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു തടസ്സമില്ല. BJP-യെ മാറ്റി നിർത്താൻ ഇത്തരം കക്ഷികളെ പിന്തുണക്കുന്നതിൽ ഞങ്ങൾക്കൊരു മടിയുമില്ല. അത് ഞങ്ങൾ തുറന്നു പറയുകയാണ്. ഇവിടെ മാത്രമല്ല, മംഗലാപുരത്ത് സജ്പ പഞ്ചായത്ത് ഞങ്ങളാണ് ഭരിക്കുന്നത്, കോൺഗ്രസ്സാണ് ഞങ്ങളെ പിന്തുണച്ചത്. ഞങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ബാംഗ്ലൂർ കോർപ്പറേഷൻ കോൺഗ്രസ് ഭരിക്കുന്നത്. ഞങ്ങൾക്കത് തുറന്നു പറയാൻ ഒരു മടിയുമില്ല. ഫാസിസ്റ്റ് കക്ഷികളെ അധികാരത്തിലെത്താതിരിക്കാൻ വേണ്ടി കോൺഗ്രസിനെയോ ഇടതുപക്ഷത്തെയോ പിന്തുണക്കുന്നതിൽ ഞങ്ങൾക്കൊരു മടിയുമില്ല. ഞങ്ങളത് തുറന്ന് പറയുക തന്നെ ചെയ്യും. പിന്നെ മുസ്ലിം ലീഗ് യൂത്ത് ലീഗിൻ്റെ ആളുകൾ വിമർശിക്കുന്നത്, ഇത് സ്വാഭാവികമായിട്ട് യൂത്ത് ലീഗിലെ ചില ആളുകളൊക്കെ അങ്ങനെ വിമർശനങ്ങൾ ഉന്നയിക്കും. എന്നാൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. രാഷ്ട്രീയ ചർച്ച നടന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ കേരളത്തിലെ കാസർഗോഡ്, കണ്ണൂർ, വടകര, പൊന്നാനി, ചാലക്കുടി തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ ഞങ്ങൾ നിർണായകമാണ്. ഞങ്ങളുടെ വോട്ടുകൾ ജയപരാജയം നിർണ്ണയിക്കാൻ മാത്രം നിർണായകമാണ്. ജനപിന്തുണയുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് SDPI. അത് തനിച്ച് മത്സരിച്ചിട്ട് 12ഉം 14ഉം പാർട്ടികളുള്ള മുന്നണികൾക്കിടയിൽ നിന്നാണ് ഞങ്ങൾ ഈ നേട്ടം കൈവരിക്കുന്നതെന്ന് പ്രത്യേകം മനസ്സിലാക്കണം. ഞങ്ങൾ അവഗണിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ച് പറയുക. ശരി, നന്ദി ശ്രീ അബ്ദുൽ ജബ്ബാർ. ഒപ്പം ശ്രീ KS ഹംസ, JC തോമസ്, ലത്തീഫ് നഹ എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുത്ത നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന്. പൊന്നാനിയിൽ ലീഗ് പരാജയം ഭയക്കുന്നു എന്നായിരുന്നു മുന്നോട്ട് വെച്ച ചോദ്യം. യെസ് എന്ന ഉത്തരം, അതെ എന്ന ഉത്തരം 46% പേരും, അല്ല എന്ന ഉത്തരം 54% പേരും നൽകി. കൂടുതൽ പേരും പൊന്നാനിയിൽ ലീഗ് പരാജയം ഭയക്കുന്നില്ല എന്ന രീതിയിലാണ് പ്രതികരിച്ചത്. പ്രൈം ഡിബേറ്റ് അവസാനിക്കുകയാണ്. നമസ്കാരം.